കാറ്റത്തെ കിളിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അരുണും ഫോണിൽ സംസാരിക്കുന്നു. ഇല്ല സാർ ഞാൻ നോക്കട്ടെ, ഒന്ന് അന്വേഷിച്ചിട്ട് വിളിക്കാമെന്നൊക്കെ പറയും. അപ്പോൾ എന്താ അരുണേന്ന് ചോദിക്കും. പൈസയായിട്ട് സുധീഷ് അവിടെ എത്തിയിട്ടില്ലാന്ന്, സ്വർണ്ണം പണമൊക്കെ ആയിട്ട് എന്ന് പറയും. അപ്പോൾ അവർ ആകെ ഞെട്ടിന്. അതെങ്ങനെ ഹൈവേ കൂടെ പോകണമെങ്കിൽ പോലും 2.5 മണിക്കൂർ തികച്ച് വേണ്ടല്ലോ എന്നിങ്ങനെ ഒന്നും അറിയാത്ത പോലെ രാജീവൻ പറയുന്നു. അപ്പോൾ നിധി ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കണം. ഞാൻ അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ വിശ്വസിച്ചിട്ടല്ല അവൻ ആ സ്വർണ്ണം പണമായിട്ട് മുങ്ങിയിട്ടുണ്ടാവും എന്ന് പറയും. അപ്പം നിധി പറയും, അരട എന്തിട്ട് അറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്, സത്യം മനസ്സിലാക്കിയിട്ട് വേണം പറയാം, ആദ്യം സുധീഷിന് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കും. സുധീഷ് അങ്ങനെ സ്വർണ്ണമായിട്ട് എടുത്ത് സ്വർണ്ണം പണം കൊണ്ട് പോകുന്ന ആളല്ല. അതുമാത്രമല്ല, നിങ്ങളോട് പറഞ്ഞോ സുധീഷ് കൊണ്ടുപോകാമെന്ന്? ഒരിക്കൽ പോലും സമ്മതിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടല്ലേ സുധീഷ് ആ സ്വർണ്ണം പണമായിട്ട് പോയത്. പിന്നെ നിങ്ങൾ എങ്ങനെ പറയുന്നതെന്നൊക്കെ ചോദിക്കും. എടി, എൻ്റെ ഭർത്താവ് പണിയെടുത്ത കാശാണ്, സമ്പാദ്യമാണോ അവൻ കൊണ്ടുപോയത്. വീടിനെ പറ്റി മറ്റുള്ളതിനെ പറ്റിയൊക്കെ നുണ പറഞ്ഞ് നിന്നെ സ്വന്തമാക്കിയവനാണ് അവൻ, നിനക്കറിയാലോ. അപ്പം അവൻ ആ സ്വർണ്ണവും പണമായിട്ട് മുങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ പറയും. അമ്മയും ഇങ്ങനെ ഒച്ചെടുക്കും. അപ്പോൾ രാജുവിനൊന്നും അറിയാത്ത പോലെ പറയും, നിങ്ങൾക്ക് ആരും അറിയാണ്ട് പറയല്ലേ, വരട്ടെ, വെയിറ്റ് ചെയ്യ്, എന്തായാലും നമുക്കൊന്നും കൂടെ നോക്കാമെന്ന് പറയും. നീ ആ കാറൊന്ന് പോയ സ്ഥലം ഒന്ന് നോക്കടാ, പരിശോധിക്കാൻ പറയും. പകുതി വരെയും പോയിട്ടുള്ള അച്ഛാ, പകുതി കഴിഞ്ഞപ്പോൾ വഴി തിരിഞ്ഞ് പോയത്, സിഗ്നൽ നമുക്ക് കിട്ടുന്നില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞാലേ, അച്ഛൻ്റെ ഒരു സ്നേഹം അവനെ വിശ്വസിച്ച് പോയി, അവൻ ചതിയനാണ്. എത്ര പറഞ്ഞാലും ഇവൾക്ക് മനസ്സിലാവില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അരുൺ ഇങ്ങനെ കുറ്റം പറയണേ. ഒരു കാരണമില്ലാണ്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പം ആ പണമൊക്കെ ആയിട്ടേ അവൻ്റെ വീട്ടുകാരെ മുങ്ങിയിട്ടുണ്ടാവും. പക്ഷേ അനാവശ്യം പറയരുത് കേട്ടോ. ആ സുധീഷിൻ്റെ വീട്ടുകാരും അങ്ങനത്തെവരൊന്നുമല്ല. നിങ്ങളതൊന്നും അവളെ വർത്താനൊന്നും കേട്ട് നിൽക്കണ്ടാന്ന്. നിങ്ങൾ അരുണിനെയും കൊണ്ടും കഴിഞ്ഞിട്ട് പോയി അവൻ്റെ വീട്ടിൽ ഇപ്പം തന്നെ വിട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവരെ നല്ല കൊടുത്തിട്ടായാലും സത്യം പറയിപ്പിക്കുക, അല്ലെങ്കിൽ അവർ ആ സ്വർണ്ണം പണമൊക്കെ ആയിട്ട് മുങ്ങും. അവർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്തത്ര സ്വർണ്ണവും പണമല്ലേ അവൻ്റെ കയ്യിലുള്ളത് എന്നൊക്കെ പറയും. അമ്മ ദൈവത്തെ ഓർത്ത് അമ്മ ഇരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. സുധീഷ് അങ്ങനെ ചെയ്യില്ല, എനിക്ക് സുധീഷിനെ നന്നായി അറിയാം. സുധീഷിൻ്റെ വീട്ടുകാരെ അതിനേക്കാൾ കൂടുതൽ എനിക്കറിയാമെന്ന് പറയും. നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും, സുധീഷിന് എന്താ സംഭവിച്ചതെന്നെങ്കിലും നിങ്ങൾ അന്വേഷിക്കുക എന്നൊക്കെ പറയും. അതേസമയം തന്നെ സുധീഷിനെ കാണിക്കുന്നുണ്ട്. സുധീഷാണെങ്കിൽ അവർ അടിക്കിനെ പറയട്ടാ, നാണുണ്ടെങ്കിൽ കെട്ടിയിട്ടടിക്കാണ്ട് അഴിച്ചിട്ടടിക്കടാ, നിങ്ങൾ 3-4 പേരില്ലേ, ഞാൻ ഒരാളല്ലേ ഉള്ളൂ, അടിക്കടാന്നറിയാം. അപ്പോൾ ഗുണ്ടകൾക്ക് ഒരാൾക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ദേ അവൻ നമ്മളെ വെല്ലുവിളിക്കിനെ, അവൻ വെല്ലുവിളിച്ചോട്ടെ എന്ന് പറയും. എനിക്കത് കേൾക്കാൻ പറ്റില്ല, നീ അവൻ്റെ വായിലേക്ക് ചെന്ന് കയറി കൊടുക്കുക, അവൻ പലതും പറയും, അതൊന്നും കേട്ട് നമ്മൾ മൈൻഡ് ചെയ്യാം, നമ്മുടെ കാര്യങ്ങൾ നോക്കാമെന്ന് പറയും. പിന്നെയും സുധീഷ് ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയും, ആ ബാഗ് സ്വർണ്ണവും പണവും കൊണ്ട് നിങ്ങൾ പോയാൽ അത് നിങ്ങൾ ആപത്തണ്ടടാ, അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ, നിങ്ങൾ മര്യാദയ്ക്ക് ആ സ്വർണ്ണവും പണമൊക്കെ ഇങ്ങോട്ട് തായോ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അവൻ്റെ വായൊന്ന് പ്ലാസ്റ്റർ ഇട്ട് വെക്കുക എന്ന് പറയും. അങ്ങനെ ഒരാൾ പോയി കഴിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇങ്ങനെ ഒട്ടിക്കും. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, സുധീഷ് ഇങ്ങനെ കിടന്ന് മൂങ്ങുള്ളൂ. വീണ്ടും നിധി എന്നോട് പറയുമെന്നാൽ നീ ഒരു കാര്യം ചെയ്യും നിധി, ഞങ്ങൾ നിൻ്റെ വീട്ടിലേക്ക് പോണേക്കാൾ മുന്നേ നീ ഒന്ന് പോയി വിളിക്കാൻ പറയും. അങ്ങനെ നിധി റൂമിലേക്ക് ചെല്ലും. അവിടെ ചെന്ന് കുറച്ച് നേരം ആലോചിച്ചിരിക്കും. എന്നിട്ട് നമ്മുടെ സുഭാഷേട്ടനെ വിളിക്കില്ല, ഹരീഷിനെ വിളിക്കും. ഹരീഷും നീ ഇതൊന്നിട്ടേക്ക് ഒടുക്കത്തെ ഫോൺ വിളി, രണ്ടുപേരും ഒന്നും അറിയണില്ല. കുറേ പ്രാവശ്യം നിധി ട്രൈ ചെയ്യും. അപ്പോഴത്തേനും അമ്മ അങ്ങോട്ട് വരും. എന്താ ഐഡിയ എന്ന് ചോദിക്കും. ഫോൺ എടുക്കണില്ല. ഇപ്പം എന്തായി, ഞാൻ പറഞ്ഞില്ലേ, അവരും കൂടി മുങ്ങിയിട്ടുണ്ടാവും സ്വർണ്ണം കൊണ്ട്. അവർ സ്വപ്നം പോലും കാണാൻ പറ്റാത്തത്ര സ്വർണ്ണമല്ലേ കിട്ടിയത്. അമ്മ അങ്ങനെ വിചാരിക്കുന്നുണ്ട് സുധീഷ് അങ്ങനെ ചെയ്തെന്ന്. അത് കഴിഞ്ഞാൽ സുധീഷിന് എൻ്റെ മുഖത്ത് നോക്കുമോ? മുഖത്ത് നോക്കണ്ടല്ലേന്ന് പറയും. പിന്നെ നിൻ്റെ മുഖത്ത് നിന്നെ അവർ നോക്കണത്, സ്വർണ്ണം പണം കിട്ടിയാൽ പിന്നെ നിന്നെ അവർക്ക് വേണോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇനി അച്ഛൻ എന്ത് ചെയ്താലും ഞാൻ എതിര് നിൽക്കില്ല കേട്ടാ, എന്തിനും ഞാൻ അച്ഛൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവളെത്തി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അപ്പോൾ നീതും ഹരീഷോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹരീഷ് പറയും, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ, കുറച്ച് വർക്കും കൂടി ഉണ്ടെന്ന് പറയും. ശരി എന്നാൽ വേഗം പണി തീർത്തിട്ട് വിളിക്കണം കേട്ടോ എന്ന് പറയും. ശരി ശരി എന്ന് പറയും. അങ്ങനെ ഫോൺ വയ്ക്കുമ്പോൾ ഏട്ടത്തിന് 3 മിസ് കോളോ എന്താവോ എന്ന് പറഞ്ഞ് അങ്ങനെ വിളിക്കുന്നു. എന്താ ഏട്ടത്തി എന്ന് ചോദിക്കും. ഹരീഷെ, സുധീഷ് അങ്ങോട്ട് വന്നിരുന്നോ? അതെന്താ ഏട്ടത്തി അങ്ങനെ ചോദിക്കുന്നത്, ഏട്ടത്തിനായിട്ട് അങ്ങോട്ട് വന്നതല്ലേ, പിന്നെ സുധീഷ് ഏട്ടൻ എന്തിനും ഇങ്ങോട്ട് വരണം എന്ന് ചോദിക്കും. എന്താ ഏട്ടത്തി അവിടെ വല്ല പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും. അല്ല പ്രശ്നമൊന്നുമില്ല, പക്ഷെ സുധീഷ് ഇവിടുന്ന് രാവിലെ പോയതാണ്, അച്ഛനൊരു ജോലി ഏൽപ്പിച്ചിട്ട് അത് കാറുമായിട്ട് പോയാണ്, സുധീഷ് വന്നിട്ടില്ല. ഹരീഷിനെ വിളിക്കുകയും ചെയ്തു, എന്നെ വിളിച്ചിട്ടും ഇല്ല ഏട്ടത്തി എന്ന് പറയും. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും. ഇവിടെ ഒരു പ്രശ്നമൊന്നുമില്ല. എന്നാൽ ശരി, വിളിച്ചാൽ എന്നെ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് നിധി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടേക്കും ചെന്നിട്ടില്ല. പിന്നെ നീ സുധീഷിന് എന്ത് പറ്റിയെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പ്രമോയുടെ ഭാഗത്താണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ സുധീഷിനെ കാണാതായ കാര്യം. നമ്മുടെ കുറേ നേരം ആലോചിച്ചതിന് ശേഷം ഹരീഷ് സുഭാഷിനോടും നികേഷിനോടും പറയുന്നു, അവിടെ എന്തോ പ്രശ്നമുണ്ട് ചേട്ടാ, അവിടെ ഏട്ടത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു, സുധീഷ് ഏട്ടനെ കാണാനില്ല, കാറുമായിട്ട് അവർ അച്ഛനൊരു പണി ഏൽപ്പിച്ചിട്ട് പോയാണെന്ന് പറയും. അയാൾ ചതിച്ചതാണ്, അയാൾ ഇവിടെ വന്നതും സുധീഷ് ഏട്ടനെയും ഏട്ടത്തിയെയും 7 ദിവസത്തിനുള്ളിൽ
രണ്ടും രണ്ടാക്കി എടുക്കുമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നേരെ വന്നത് ഇങ്ങോട്ടാണ്. ഒന്നും അറിയാത്ത പോലെ ഏട്ടത്തിനെയും ഏട്ടനെയും കൊണ്ടുപോയതാണ്. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പം മുറ്റത്തിരുന്ന ഭാസ്കരൻ ഇങ്ങനെ ആകെ ഞെട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ നികേഷ് അപ്പോഴത്തേനും കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഏട്ടന് എന്തോ പറ്റിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്. പിന്നെ കാണിക്കുന്നത് അമ്മ നിധിനെ ഭീഷണിപ്പെടുത്താണ്. അവർ കള്ളന്മാരാണ്, നീ അവരെ മനസ്സിലാക്കാണ്ടാണ്, ചതിയന്മാരാണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് അവരൊരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സുധീഷിനെയാണ് കെട്ടിയിട്ട് തല്ലുന്നൊക്കെ ഉണ്ട്. പിന്നീട് തോക്കൊക്കെ ചൂണ്ടി ഗുണ്ട സുധീഷിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നതോടെയാണ് പ്രൊമോയുടെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.